ബാങ്ക്വറ്റിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനങ്ങളും അറിയിക്കുന്നു. ഈ പകൽ ദൈവവചനത്തിൻ്റെ മറ്റൊരു ഏടിൽ നിന്ന് നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുകയായിരുന്നു. ഇന്നും ഇതേ വിഷയത്തിൽ നിന്ന് മറ്റു ചില വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഓർപ്പിച്ച ചില കാര്യങ്ങൾ, അത് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിന്ന് പ്രതിപാദ്യ വിഷയമാക്കാം. ഈ ദൈവദിന ചിന്തകൾ നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും ആത്മീയ ഉത്കർഷയ്ക്കും കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കാം. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. ബൈബിളിൽ ചിലയിടങ്ങളിലൊക്കെ ഈ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന എന്നൊരു പദമുണ്ട്. കാരണം ഈ പ്രാർത്ഥനയും വിശ്വാസവും ഒരു ജോഡി ചെരുപ്പുകൾ പോലെയാണ്. ആമേൻ. വിശ്വാസം ഇല്ലാതെ പ്രാർത്ഥനയ്ക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. ആമേൻ. പ്രാർത്ഥനയില്ലാതെ വിശ്വാസത്തിനും മുൻപോട്ട് സ്റ്റെപ്പിങ് ചെയ്യാൻ കഴിയത്തില്ല. പിശാച് ഏറ്റവും ഭയക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒരു ദൈവ പൈതലിൽ നിന്ന്. ഇതൊന്നാണ് അവൻ്റെ പ്രാർത്ഥന, രണ്ടാണ് അവൻ്റെ വിശ്വാസം. കാരണം ഈ സാത്താൻ ലോകത്തിൻ്റെ അധിപതിയായിരിക്കുമ്പോൾ തന്നെ ലോകത്തെ ജയിച്ച ജയം നമ്മുടെ വിശ്വാസമാണ്. എബ്രായ ലേഖനം 11 അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക നമ്മൾ കാണുന്നുണ്ട്. ആബേൽ മുതൽ ഇങ്ങോട്ട് അനേക ദൈവദാസന്മാരെ, ദൈവ മനുഷ്യരെക്കുറിച്ചൊക്കെ ഓർപ്പിച്ചിട്ട് അവരെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: അവരൊക്കെയും വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചു. അവരവരുടെ വിശ്വാസത്തെ ദൈവത്തിനെ തെളിയിച്ചു. അവരൊക്കെ പ്രാർത്ഥനാ മനുഷ്യരായിരുന്നു. ഈ പ്രാർത്ഥനാ മനുഷ്യർ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അതിൽ ചിലരെക്കുറിച്ച് പറയുന്ന അവർ ദൈവത്തോട് മാത്രമേ സംസാരിക്കുമായിരുന്നു. അവർ മനുഷ്യരോട് സംസാരിക്കുകയില്ലായിരുന്നു. അവർക്ക് ആകെ സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും ഒക്കെ ഉള്ളത് ദൈവത്തോട് മാത്രമാണ്. എന്തൊരു അത്ഭുതകരമായ ജീവിത ശൈലി! ദൈവത്തോട് മാത്രം ഒരു കാലഘട്ടത്തിൽ, ഒരു ജീവിത ദശയിൽ സംസാരിച്ചവർ. നാം കർത്താവിനോട് ഏറ്റവും ഒരു ഇൻറ്റിമസിയിലൊക്കെ ആയിരിക്കുമ്പോൾ മനുഷ്യരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നാം പ്രിയപ്പെടുന്ന കർത്താവിനോട് സംസാരിക്കും. സഹായഹസ്തത്തിനായിട്ട് മറ്റു ചിലയിടങ്ങളിലേക്ക് നാം കരുന്ന് കിട്ടുന്നതിന് പകരം നമ്മുടെ ഏറ്റവും വലിയ സഹായകനായ പറക്കലീത്ത അഥവാ പരിശുദ്ധാത്മാവിനോട് നാം സഹകരിക്കും. കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ നിന്ന് താൻ ഉയർത്തപ്പെടുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗീയ സ്ഥലങ്ങളിലേക്ക് താൻ തിരികെ പോകുമ്പോൾ, താൻ നമ്മോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഉപകാരമാണ്, നിങ്ങൾക്ക് ഞാനൊരു സഹായകനെ അയക്കും, അവൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജീവകാലത്ത് അപ്പസ്തോലന്മാരോടുകൂടി എങ്ങനെയായിരുന്നോ ഔവണ്ണം തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം ഇരിപ്പാൻ നമുക്ക് ദൈവം തന്നതാണ് പരിശുദ്ധാത്മാവ്. അത് കേവലം കൃപാവരങ്ങൾ ഉപയോഗിക്കേണ്ടതിനോ മറ്റൊന്നിനു വേണ്ടി അല്ല ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ പകരപ്പെട്ടത്. നമ്മുടെ ദൈനംദിന ജീവിത അനുഭവങ്ങളിൽ നാം കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ. ഈ സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക എന്നല്ല. ആമേൻ. ഇതാണ് കർത്താവ് എന്ന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. എന്നിൽ കർത്താവുണ്ട്, എന്നിൽ വസിക്കുന്നത് കർത്താവാണ് എന്നുള്ളത് ഞാൻ എൻ്റെ പ്രവർത്തന ശൈലി കൊണ്ട്, ജീവിത രീതി കൊണ്ട്, സ്വഭാവ രീതി കൊണ്ടൊക്കെ വെളിപ്പെടുത്തുകയാണ്. അതിനുള്ള ധൈര്യവും ബലവും ഒക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത്. ഞാനും നിങ്ങളും പരിശുദ്ധാത്മ നിറവിലാകുമ്പോൾ ഓർക്ക് നാം സാക്ഷാൽ മനുഷ്യരല്ല, നമ്മൾ മനുഷ്യരെക്കാൾ ഉയർന്ന ഒരു പദവിയിലാണ്. ഇതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം 1 അധ്യായത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായി പറയുന്നുണ്ട്: അവിടുത്തെ സൃഷ്ടികളിൽ ഒരു പ്രത്യേക വിധത്തിൽ ആദ്യ ഫലമാകേണ്ടതിന് അവൻ്റെ വചനത്താൽ, അവൻ്റെ ഇഷ്ടപ്രകാരം നാം വീണ്ടും ജനിച്ചിരിക്കും. അപ്പോൾ കർത്താവിൻ്റെ പദ്ധതിക്കകത്ത് നാം മറ്റ് സൃഷ്ടികളിൽ എണ്ണപ്പെടുന്നവരെക്കാൾ, അല്ലെങ്കിൽ മറ്റ് സൃഷ്ടികളെ തരംതിരിക്കുമ്പോൾ അതിലൊക്കെ ഏറ്റവും മെച്ചപ്പെട്ടവരാണ്. അങ്ങനെയുള്ള വലിയ വീണ്ടും ജനന അനുഭവമാണ് നമ്മിൽ വെളിപ്പെട്ടത്. പത്രോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് പറയുന്നു: കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും എന്നേക്കും നിലനിൽക്കുന്നതുമായ ജീവനുള്ള ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്.
അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പുത്രത്വം. അതിൽ നിന്നുളവാകുന്ന നമ്മുടെ കോൺഫിഡൻസ്. അപ്പം ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ. ഈ റോമാലേഖനം 12-ാം അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ 3 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ കൃപാവരങ്ങളെ പകുത്തു കൊടുത്തതിനെക്കുറിച്ചൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്, ദൈവം ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ അളവിനെ പകുത്തു കൊടുത്തിട്ടുണ്ട്. ഓരോ ഇൻഡിവിജ്വലിനും അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ദൈവം വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ലൈഫിൽ വരുന്ന ഏതെല്ലാം വിഷയത്തെയും ദൈവീകമായി പരിഹരിക്കത്തക്ക നിലകളിൽ ഉള്ള വിശ്വാസം ഓരോ വിശ്വാസിക്കും ദൈവം കൊടുത്തിട്ടുണ്ട്, അല്ലെ ഓരോ ദൈവ പൈതലിനും ദൈവം കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും നാം ഇത് തിരിച്ചറിയാറില്ല. രണ്ടാമത്തെ കാര്യമാണ്, ഏതൊക്കെ പരീക്ഷകൾ വന്നാലും, ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻസ് എന്ത് നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനെല്ലാം ഒരു പോക്ക് വഴിയും അതിൽ തന്നെ ദൈവം നിയമിച്ചിട്ടുണ്ട്. ഈ 2 കാര്യം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മറന്നു പോകരുത്. അത് മറക്കാതിരുന്നാൽ നമ്മുടെ ധൈര്യം ഒരിക്കലും ചോർന്നു പോകത്തില്ല. പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിമിത്തം നമ്മുടെ ധൈര്യം പലപ്പോഴും ചോർന്നു പോകുന്നതും നമ്മൾ നിരാശരാകുന്നതുമൊക്കെ അവിശ്വാസം കൊണ്ടാണ്. പക്ഷേ ഈ 2 തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ തുടർമാനമായി ഭരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മൾ ഇനി ദൈവവചനത്തിലേക്ക് വരണം. വിശ്വാസം ഇംപ്ലിമെൻ്റ് ചെയ്യുക പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗമാണ്. നമ്മുടെ വിശ്വാസത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യുവാനും അപ്ലൈ ചെയ്യുവാനും ഒക്കെ ഇടയാകണമെങ്കിൽ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്ന ഒരാളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ്. എന്താ? അവൻ ദൈവത്തിൽ ആരാണെന്നുള്ള തിരിച്ചറിവ്. ഒരു ദൈവപൈതലിൻ്റെ ഏറ്റവും വലിയ ഉറപ്പാണ് ദൈവം അവൻ്റെ ആരാണെന്നും അവൻ ദൈവത്തിൽ എന്താണെന്നും. ഈ 2 തിരിച്ചറിവുള്ള ഒരു വ്യക്തിയെ തോൽപ്പിക്കാൻ ഒരു നരകത്തിനും കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. ഒരു പിശാചിനും കഴിയത്തില്ല. ആമേൻ. ഞാൻ ദൈവത്തിൻ്റെ ആരാണെന്നും ദൈവം എൻ്റെ എന്താണെന്നും ഒക്കെ ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. അപ്പം ആ തിരിച്ചറിവ് പ്രാപിച്ച ഭക്തന്മാരാണ് ഓരോ കാലഘട്ടത്തിൽ ലോകത്തെ വെല്ലുവിളിച്ചവർ, ലോകത്തെ ജയിച്ചവർ. ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ ശബ്ദമാകുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഈ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നാഴിക വിനാഴികകളിലും ഉണ്ടാകുന്ന സംഭവവികാസങ്ങളിൽ അതിൽ നാം സന്തോഷിക്കണോ, നാം സങ്കടപ്പെടണോ, നാം സമാധാനത്തിലായിരിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്ന നമ്മുടെ സാഹചര്യങ്ങളൊന്നുമല്ല, പിശാചുമല്ല. ഇപ്പം മിക്കവാറും ഈ ആത്മീയ ജീവിതത്തിൻ്റെ ശൈശവാവസ്ഥയിലുള്ള വിശ്വാസികൾ അവരൊക്കെ പല കാര്യങ്ങൾക്കും സാത്താനെയാണ് പഴി പറയുന്നത്. പിശാച് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ദൈവം അങ്ങനെ ചെയ്തു, ഇങ്ങനെയൊക്കെയാണ് നാം പറയാറുള്ളത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, നാം ഈ വീണ്ടും ജനിക്കുക വഴി സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി. അന്നു മുതൽ നാം സന്തോഷിക്കണോ വേണ്ടയോ എന്ന് ഉള്ള തീരുമാനം പോലും നമ്മുടെ കയ്യിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ ദൈവത്തിൻ്റെ വചനത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് എഴുതിയിരിക്കുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവമല്ല സമാധാനം ഉണ്ടാക്കുന്നത്, മറിച്ച് നാം ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കണം. അതെന്നേക്കുമായി ഒരിക്കൽ കാൽവറിയിൽ യേശു ചെയ്തു. അപ്പോൾ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ ചെയ്തത് നാം നമ്മുടെ നിത്യജീവിതത്തിൽ അപ്ലൈ ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഞാൻ സന്തോഷിക്കണമോ വേണ്ടയോ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇതാണ് നാം തിരുവചനം പഠിച്ചാൽ ക്രിസ്തുവിലുള്ള ഒരു ഭക്തൻ്റെ ഉറപ്പ്. ആമേൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളോട് നമ്മൾ ഏത് മനോഭാവത്തോടെ നേരിടുന്നു എന്നുള്ളതാണ് നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ നിരാശയ്ക്കും ഒക്കെ നിദാനമായിരിക്കുന്നത്. നമുക്കൊരു പ്രശ്നത്തെ കരച്ചിലോടും നിലവിളിയോടും ഭീതിയോടും തന്നെ നമുക്ക് അതിനെ അഭിമുഖീകരിക്കാം. എന്നാൽ ക്രിസ്തുവിലുള്ള ധൈര്യത്തോടെയും നമുക്ക് അതിനെ അഭിമുഖീകരിക്കാം. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവം നമ്മെ ആത്മപൂരിതരാക്കിയതും ആത്മാവിൽ നിറച്ചതുമെല്ലാം നാം ലോകത്തിലുള്ള ഏതുവിധ പ്രതിസന്ധികളെയും ക്രിസ്തുവിൽ ധൈര്യത്തോടെ നേരിടാൻ വേണ്ടിയാണ്. നിങ്ങൾ ദാവീദിൻ്റെ ചരിത്രം വായിച്ചിട്ടുണ്ടല്ലോ. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മളത് വായിക്കാത്തതും കേൾക്കാത്തതുമായിട്ട് ആരും ഉണ്ടായിരിക്കത്തില്ല. വാസ്തവത്തിൽ ഇസ്രായേലിലുള്ള രാജാവും
തൻ്റെ പടജനങ്ങളുമെല്ലാം ഒരു വിഷയത്തെ വളരെ ഭീകരമായിട്ടാണ് കാണുന്നത്, വലിപ്പമുള്ളതായിട്ടാണ് കാണുന്നത്. ഇത്രയും വലിപ്പമുള്ളൊരു വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് കഴിഞ്ഞ 40 ദിവസമായിട്ട് അവർക്ക് അറിയയില്ല. അവർ ആ വിഷയത്തിൻ്റെ വലിപ്പം കണ്ട് പകച്ചിരിക്കുമ്പോൾ അതേ വിഷയത്തെ വലിയ വലിപ്പമുള്ളതായി കാണാതെ തൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ വലിപ്പത്തിന് മുൻപിൽ ഈ വിഷയം ഒന്നുമല്ല എന്നുള്ളൊരു തിരിച്ചറിവുമായിട്ട് ഇതാ ഒരു യുവാവ് വരിക. പ്രൈസ് ഗോഡ്. അവൻ്റെ മുമ്പിലും ഈ ഇസ്രായേൽ മക്കൾ, ഇസ്രായേലിലെ പട്ടാളക്കാർ, രാജാവായ ശൗല്, അവരുടെ മുമ്പിൽ നിൽക്കുന്ന അതേ ശത്രുവാണ് ഈ ദാവീദിന് മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ ദാവീദ് ആ ശത്രുവിനെ കാണുന്നത് ശൗലും പടജനവും കാണുന്നത് പോലെ അല്ല. അവൻ അതിനെ തികച്ചും വ്യത്യസ്തമായ കാണുന്നത്. അവൻ്റെ കാഴ്ചപ്പാട് വേറെയാണ്. പ്രൈസ് ഗോഡ്. 2 ഓപ്ഷനേ ഉള്ളവന്. ഒന്നുകിൽ ഈ ചേട്ടന്മാരായ പട്ടാളക്കാരോടുകൂടി ചേർന്ന് ഭയന്ന് ഫെലിസ്തീൻ അടിമകളാകാം, അല്ലെങ്കിൽ അവന് ചെയ്യാവുന്ന കാര്യം അവരുടെ കാഴ്ചപ്പാടുകൾക്കപ്പുറത്ത് മറ്റൊരു ദൈവിക കാഴ്ചപ്പാടിൽ പ്രതികരിക്കാം. അവനത് ചെയ്തു. അപ്പൊ ചോയ്സ് ദാവീദിൻ്റെതാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ചോയ്സുകൾ നമ്മുടേതാണ്. ഏതു നിലകളിൽ പ്രതികരിക്കണം, ഏതു നിലകളിൽ വിശ്വസിക്കണം. ആമേൻ. ചോയ്സ് നമ്മുടേതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾ വർഷങ്ങളായി ഭാരപ്പെടുന്ന ചില പ്രശ്നങ്ങൾ, പ്രാർത്ഥിച്ചിട്ടും മാറാത്തത്, ഒരുപക്ഷെ നിങ്ങളുടെ ഒരു മനോഭാവം, ഒരു വേ ഓഫ് തിങ്കിങ്, വേ ഓഫ് ഡൂയിങ് തിങ്സ്, അതൊന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ സഹായിക്കാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ഗോഡ്. സോ നമുക്കിന്ന് വിശ്വാസത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാം. ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ആമേൻ. പ്രാർത്ഥനയും വിശ്വാസവും, അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. സ്തോത്രം. കർത്താവ് ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി വിശ്വാസം അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത്. കാരണം കർത്താവ് അത് ചെയ്തു. കർത്താവ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശ്വാസത്തെ അപ്ലൈ ചെയ്യാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ ഈ പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ അപ്ലൈ ചെയ്യണം. ആമേൻ. വിശ്വാസത്തെ അപ്ലൈ ചെയ്യാനുള്ള വിശ്വാസത്തെ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള ഏറ്റവും നല്ല ഉപാധി നമ്മുടെ പ്രൊക്ലമേഷൻസ് ആണ്. ആമേൻ. നമ്മുടെ ഡിക്ലറേഷൻസ് ആണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും മൂർച്ചയേറിയതും ആമേൻ ഏറ്റവും കൂടുതൽ ബലവത്തായതുമായ അവയവമാണ് നമ്മുടെ നാവെന്ന് പറയുന്നത്. ഈ നാവിനെക്കുറിച്ച് വാളെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇപ്പം നമ്മുടെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് അധികാരവും ശക്തിയുമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കർത്താവ് വിശ്വാസത്തെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണിച്ചിട്ട് ശിഷ്യന്മാരോട് പറയുന്നൊരു ഭാഗമാണ് മത്തായി 17:21. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുന്നു. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകത്തില്ല. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം. ആമേൻ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകത്തില്ല. പ്രൈസ് ഗോഡ്. ഈ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ചിലയിടങ്ങളിൽ ആമേൻ വചനത്തിൽ എംഫസൈസ് ചെയ്തിരിക്കുന്ന ചില പദങ്ങളുണ്ട്, ഊന്നൽ കൊടുക്കുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞു ഒന്നും അസാധ്യമാകത്തില്ല. ആർക്ക്? വിശ്വസിക്കുന്നവർ. പ്രൈസ് ഗോഡ്. അപ്പം നമ്മളെ പലപ്പോഴും പഠിപ്പിച്ചിരിക്കുന്നതും നമ്മൾ കേട്ടിരിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഒന്നും സാധ്യമാകത്തില്ലെന്ന്, നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളും സൗഖ്യമാകത്തില്ലെന്ന്. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു ആമേൻ നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകത്തില്ല. യേശു ഇവിടെ ആരോടാ സംസാരിക്കുന്ന കാര്യം പറയുന്നത്? ആരോട് സംസാരിക്കുന്ന കാര്യമാ യേശു പറയുന്നത് കേട്ടോ. ആമേൻ. ഈ മലയോട് നിങ്ങൾക്ക് സംസാരിക്കാം. എന്തുണ്ടെങ്കിൽ? പ്രാർത്ഥനാപൂർവമായ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയോട് സംസാരിക്കാം. ഈ കർത്താവ് ആരോടൊക്കെയാണ് സംസാരിച്ചത്? കർത്താവ് കാറ്റിനോട് സംസാരിച്ചു. കാറ്റിനെ ആരും കണ്ടിട്ടില്ല. കാറ്റിനോട് സംസാരിച്ചു. കർത്താവ് കടലിനോട് സംസാരിച്ചു. കർത്താവ് മലയോട് സംസാരിക്കുവാൻ പറയുന്നു. കർത്താവ് കാട്ടത്തിയോട് സംസാരിച്ചു. ഇനിയും ഇവിടെ കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്നു ആമേൻ നീ ഈ കാട്ടത്തിയോട്
പേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകുകയെന്ന് പറഞ്ഞാൽ അത് നിന്നെ അനുസരിക്കും. ഈ കർത്താവ് മരിച്ചവരോട് സംസാരിച്ചല്ലോ. പ്രൈസ് ഗോഡ്. ഇപ്പം മൃതശരീരത്തോട് സംസാരിക്കുന്ന കർത്താവ്, മരിച്ചിട്ട് 4 ദിവസമായ ലാസറിനോട് സംസാരിക്കുന്ന കർത്താവ്, ആമേൻ, മരിച്ചു കിടക്കുന്ന, അടക്കുവാൻ വേണ്ടി ബന്ധുക്കാർ ബന്ധപ്പെടുന്ന കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ചിട്ട് എഴുന്നേൽക്കാൻ പറയുന്ന കർത്താവ്, മൃതശരീരങ്ങളോട് സംസാരിക്കുന്ന കർത്താവ്. സ്തോത്രം. പിശാചിനെ, ദുരാത്മാക്കളെ വാക്കിനാൽ പുറത്താക്കി പൈശാചിക ശക്തികളോട് സംസാരിക്കുന്ന കർത്താവ്. കണ്ടോ? അപ്പൊ ഈ കർത്താവ് എന്തിനോടും സംസാരിച്ചിട്ടുണ്ട്. ഏത് കാര്യങ്ങളോടും കർത്താവ് സംസാരിച്ചു. എന്തുകൊണ്ട്? ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ. ഇതേ വിശ്വാസമാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത്. എന്തിന്? സാഹചര്യങ്ങളോട് സംസാരിക്കാൻ. ആമേൻ. സാഹചര്യങ്ങളോട് മാത്രമല്ല, ആമേൻ, പൈശാചിക തലങ്ങളോട്, ഇനിയും സചേതനവും അചേതനവുമായ എന്തിനോടും സംസാരിപ്പാൻ തക്കവണ്ണം വിശ്വസിക്കുന്നവനെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുക. പ്രൈസ് ഗോഡ്. കാരണം ഒരു ദൈവ പൈതൽ അധികാരമുള്ളവനാണ്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 1:12 വായിച്ചിട്ടില്ലേ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തു എന്നല്ല എഴുതിയിരിക്കുന്നത്, അധികാരം കൊടുത്തു. ആ അധികാരം സകല ദുരാത്മാക്കളുടെ മേലാണ്. ആ അധികാരം സകല രോഗത്തിന്റെ മേലാണ്. ആ അധികാരം സകല നെഗറ്റീവുകളുടെ മേലാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന അധികാരത്തെ ഉപയോഗിക്കണമെങ്കിൽ, 1, നമുക്ക് നിരന്തര പ്രാർത്ഥന ആവശ്യമാണ്. 2, അതിൽ നിന്ന് ഉളവാകുന്ന വിശ്വാസം ആവശ്യമാണ്. ഇനി വിശ്വാസം ഒരു മനുഷ്യനിൽ ആഴത്തിൽ വെളിപ്പെടണമെങ്കിൽ, ആമേൻ, ഞാൻ ഈ ആഴമേറിയ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സിമ്പിൾ ഫെയ്ത്ത് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസം വളരെ ലളിതമാണ്. പ്രൈസ് ഗോഡ്. ഒരാളിൽ വിശ്വാസം രൂഢമൂലമാകണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ, ദൈവവചനം ധ്യാനിക്കണം. നമ്മുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ. ഇപ്പോൾ എല്ലാ വീട്ടിലും ഒത്തിരി ബൈബിളുകളുണ്ട്. മറ്റു പലയിടങ്ങളിലും അങ്ങനെ, മറ്റു പല രാജ്യങ്ങളിലും ഇല്ലാത്ത ഒന്ന് നമ്മുടെ കേരളത്തിലും മലയാളികൾക്കിടയിൽ പ്രത്യേകിച്ചുണ്ട്. നമ്മൾ ഈ തിരുവചനത്താൽ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. വായിക്കുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ ഒരു വർഷത്തെ കുറിവാക്യം കൊണ്ട്, ജനുവരി 1-ാം തീയതിയൊക്കെ കിട്ടുന്ന ഒരു കുറിവാക്യം കൊണ്ട് ഒരു വർഷമൊക്കെ ജീവിച്ചു പോകുന്നവരുണ്ട്. പ്രൈസ് ഗോഡ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ തിരുവചനം, ആമേൻ, നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നതനുസരിച്ച് നമ്മുടെ വിശ്വാസം രൂഢമൂലമാകും. അങ്ങനെ വേരാഴ്ത്തപ്പെട്ട ഒരു വിശ്വാസം, ആമേൻ, അത് അപ്ലൈ ചെയ്യേണ്ടതാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് വിശ്വാസത്തിന്റെ വലിപ്പത്തെക്കുറിച്ചല്ല കർത്താവ് പറയുന്നത്, വിശ്വാസത്തിന്റെ ബലത്തെക്കുറിച്ചാണ്. ആമേൻ. വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്. ഈ വിശ്വാസം എന്നത് വലിപ്പത്തിലിരിക്കുന്നതല്ല, ശക്തിയിലായിരിക്കണം. ആമേൻ. കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകത്തില്ല. അപ്പൊ ഈ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? കർത്താവെ, കുറച്ചുകൂടെ വിശ്വാസം ഞങ്ങൾക്ക് തരണേ എന്നാണ്. അപ്പൊ കർത്താവ് പറയുന്നു, ഇപ്പം നിങ്ങൾക്ക് ആവശ്യത്തിലധികം ഉണ്ട്. ഇപ്പോൾ ആവശ്യത്തിലധികം ഉണ്ട്. പക്ഷേ ഈ ആവശ്യത്തിലധികം വിശ്വാസം നിങ്ങൾക്കുള്ളതിൽ നിന്ന് ഒരു കടുകുമണിയോളം എടുത്താൽ മതി നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ. പറഞ്ഞതിൻ്റെ അർത്ഥം, ഇവർ നിരന്തരമായി വിശ്വാസത്തിൽ അല്ലെങ്കിൽ വിശ്വാസം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവർ വിശ്വാസത്തിൽ വളരുന്നവരല്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നമ്മിൽ വിശ്വാസം വളരത്തില്ല, ഒരിക്കലും വളരത്തില്ല. വിശ്വാസത്തിൽ നാം ആണ് വളരുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ആമേൻ, നമ്മിൽ വിശ്വാസമല്ല വളരുന്നത്, വിശ്വാസത്തിൽ നാം ആണ് വളരുന്നത്. അതെങ്ങനെയാ? നാം വിശ്വാസം ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏതെല്ലാം പ്രധാനപ്പെട്ട പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നാലും വിശ്വാസത്താൽ അതിനെ നേരിടുക. ആമേൻ. അത് നിങ്ങളെ വിട്ട് മാറും. കാരണം വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ, വിശ്വസിച്ച് ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു മനുഷ്യനെ സചേതനവും അചേതനവുമായ സകല സൃഷ്ടികൾക്കും ഭയമാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, വിശ്വസിക്കുന്ന, വിശ്വാസത്തിൻ്റെ അധികാരത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന, അതിനെ അപ്ലൈ ചെയ്യുന്ന ഒരു മനുഷ്യനെ സചേതനവും അഥവാ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകല സൃഷ്ടികൾക്കും ഭയമാണ്. അവർ അവനെ അനുസരിക്കും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ പ്രകൃതി ശക്തികൾ അനുസരിച്ചു. ആമേൻ. കാറ്റും കടലുമൊക്കെ. ദുരാത്മാക്കൾ അനുസരിച്ചു. ആത്മമണ്ഡലം അവനെ അനുസരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിലും, ആമേൻ, ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവമക്കൾ എന്നുള്ള പദവിയിൽ
നമ്മുടെ വിശ്വാസത്തെ അപ്ലൈ ചെയ്യുവാനും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനും ദൈവം നമ്മൾക്കിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. ഇനി ഈ കർത്താവ് പറഞ്ഞ മറ്റൊരു കാര്യം മത്തായിയുടെ സുവിശേഷത്തിൽ 17:21 ഇതൊക്കെ പറയുമ്പോഴും ഫലകരമായ പ്രാർത്ഥനയും അതിൻ്റെ വിശ്വാസത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഫലകരമായ പ്രാർത്ഥന അതിൻ്റെ പിൻപിലുള്ള വിശ്വാസം അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ കർത്താവ് മർക്കോസിൻ്റെ സുവിശേഷം 11:23 പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ചിന്തിച്ച് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാം വാക്യം കർത്താവ് ഇങ്ങനെ പറയുകയാണ്, ആരെങ്കിലും മതി. പ്രൈസ് ഗോഡ്. നിങ്ങളിൽ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുകയല്ല, മറിച്ച് ഇത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. നിങ്ങളിൽ ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ എന്ന് പറഞ്ഞ സാഹചര്യങ്ങളെ കാണാതെ, ആമേൻ, തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട്, ആമേൻ, ദൈവം പറയുന്നത് സംഭവിക്കുമെന്നല്ല, മറിച്ച് താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട്. ഏതെങ്കിലും ഒരുവൻ തൻ്റെ ഹൃദയത്തിൽ താൻ പറയുന്നത് സംഭവിക്കും എന്നവൻ ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ യേശു പറഞ്ഞു കേട്ടോ, ഞാൻ നിങ്ങളോട് പറയുന്നു എന്നല്ല പറഞ്ഞത്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. അതെന്തിനാ യേശു സത്യം ഇട്ട് പറയുന്നേ? യേശു അല്ലേ സത്യം? നിങ്ങൾ ആരോടാ വല്ലോഹി സത്യം ഇട്ട് പറയുന്നേ? സത്യമായിട്ടും എന്നൊക്കെ നിങ്ങൾ പറയുന്ന ആരോടാണെന്നറിയാമോ? പറഞ്ഞിട്ട് വിശ്വസിക്കാത്തവരുടെ അടുക്കല. സ്തോത്രം. അല്ലാതെ നിങ്ങൾ ആരുടെ അടുക്കൽ സത്യം ഇട്ട് പറയത്തില്ല. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ കഴിയത്തില്ലെന്നുള്ളവരോട് മാത്രമേ നിങ്ങൾ സത്യം ഇട്ട് കാര്യം പറയാവുള്ളൂ. ആമേൻ, ശരിയല്ലേ? ഇപ്പൊ ഇവിടെ ഇതൊരിക്കലും ആർക്കും വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, ആമേൻ, ഇവിടെ ഇത് ആർക്കും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് യേശു സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടി വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ആമേൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് കിട്ടും. ആമേൻ. അല്ലെങ്കിൽ എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. എത്ര ശക്തിമത്തായ വാക്യമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പറയുന്ന സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ, ആമേൻ, സത്യമായിട്ടും അത് സംഭവിക്കും. മാത്രമല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നത് ചോദിക്കുന്നതൊക്കെ ലഭിച്ചുവെന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഈ കർത്താവിൻ്റെ വചനങ്ങളെ നമുക്കിന്ന് മുറുകെ പിടിക്കാം. ഒരു ഫലകരമായ വിശ്വാസം, പ്രാർത്ഥനയും വിശ്വാസവും. ഹല്ലേലൂയ. അപ്പൊ ആ ഫലകരമായ വിശ്വാസം പ്രാർത്ഥനയിലൂടെ അപ്ലൈ ചെയ്യുവാൻ സ്വർഗം നമുക്കിടയാക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവദിന ശുശ്രൂഷയിൽ ദൈവദിനത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാളുകളായി ദൈവദിനത്താലും പ്രാർത്ഥനയാലും അവരുടെ ജീവിതത്തിൽ അവർ പ്രാപിച്ച വിശ്വാസത്തെ എല്ലാ പ്രതിസന്ധികൾക്ക് നടുവിൽ, എല്ലാ മലകളുടെയും നടുവിൽ, എല്ലാ വേരിറങ്ങുന്ന കാട്ടത്തികളുടെയും നടുവിൽ അതിനെ ഒന്ന് അപ്ലൈ ചെയ്യുവാൻ, ചില മലകൾ മാറുന്നത് കണ്ട് സന്തോഷിക്കുവാൻ, ചില കാട്ടത്തികൾ വേര് പറഞ്ഞു മാറുന്നത് കണ്ട് സന്തോഷിപ്പാൻ, ചില അത്ഭുതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവേ, ഈ ദൈവദിന ശുശ്രൂഷ അവരുടെ ജീവിതത്തിൽ ഇന്നുവരെ അവർ ചെയ്യാത്തതുപോലെ വിശ്വാസത്തെ അപ്ലൈ ചെയ്ത് വലിയ അത്ഭുതങ്ങളും ദൈവപ്രവൃത്തികളും കാണുവാൻ അവർക്കിടയാക്കേണ്ടതിന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പുതിയൊരു ചിന്തയുമായി അടുത്ത ആഴ്ച നമുക്ക് ഒന്നിച്ച് കാണുവാൻ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ കർത്താവ് ഇടയാക്കട്ടെ. ലവ് യു ഓൾ. ഗോഡ് ബ്ലസ് യു.